നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റി നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. കാരണം നമുക്ക് എക്സാം തുടങ്ങുകയായി. 046 എന്ന് പറയുന്നത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. ആയിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്നത്. ആ പ്രൊജക്റ്റ് കാരണം ഒരുപാട് പേര് ഈ MA സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റ് പൂർത്തീകരിക്കാനാവാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാരണം ഇഗ്നോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ ചെയ്യുന്ന മറ്റ് തിയറി പേപ്പർ പോലെ തന്നെ 100 മാർക്കിനുള്ള ഒരു എക്സാം ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ള എല്ലാ എക്സാമും 50 മാർക്കിനാണ്. പക്ഷേ ഇത് 100 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ തിയറി എക്സാമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു തിയറി എക്സാമാണ് ഇത്. ഈ ഒരു സബ്ജക്റ്റ് തുടങ്ങിയിട്ട് ആകെ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെയുള്ളത് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ 2023 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരാം എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ 046 എഴുതുന്ന കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഇനി ഏത് വെച്ച് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ. ഈ ബുക്ക് മുഴുവനായി കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റിന് 14 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഇതിന് 17 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 100 മാർക്കിനുള്ളതാണ് എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ അവസാന നിമിഷം എങ്ങനെ പഠിക്കും എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇഗ്നോയുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുമായി വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ആ ഒരു ബേസിസിൽ നമ്മളുടെ 046ഉം അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ നിന്നും വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 50% ചാൻസ് ഉള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ 2023 ജൂണിലെയും ഡിസംബറിലെയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും എങ്ങനെയൊക്കെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ തവണ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഇത് ഒരിക്കലും 100% ട്രൂ ആയ ഒരു കാര്യമല്ല. 50% ചാൻസ് മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് 046ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. അല്ലാത്തവർക്ക് പെട്ടെന്ന് പഠിച്ച് എന്തൊക്കെ പഠിക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 2022-23കാർക്കുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡയമെൻഷൻ ഓഫ് ഇറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ മൈൻഡ്ഫുൾനെസ്, ഡിസ്കസ് ദ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുള്ളത്. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചും ഇതിൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഇൻ്റർവെൻഷൻ ആണെങ്കിൽ മറ്റേതിൽ ഡയമെൻഷൻ ആയിരുന്നു. ആ മൈൻഡ്ഫുൾനെസ് തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 20 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2023 വന്നിട്ടുള്ളത്. അത് ജൂണിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിൻ്റെത്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്, ഹൈലൈറ്റ് ദ കീ ഫീച്ചേഴ്സ് എന്നുള്ളത്. നമ്മളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ കാണാം എക്സ്പ്ലെയിൻ ദ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന്. അപ്പോൾ നമുക്കവിടെ ഒരു 10 മാർക്ക് കൂടി ലഭിക്കുകയാണ്. നെക്സ്റ്റ് 10 മാർക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഗ്രിറ്റ്, ഡിസ്ക്രൈബ് ദ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെനിഫിറ്റ് ഓഫ് ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അസൈൻമെൻറ്റിലും വന്നിട്ടുണ്ട്. അതിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻ ദ പോസിറ്റീവ് ഔട്ട്കംസ് ഓഫ് ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ സിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് മാനേജിങ് ഇമോഷൻ എഫക്റ്റീവ്ലി എന്നുള്ളതായിരുന്നു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അതിലുള്ള ഒരു സബായിരുന്നു. അങ്ങനെ ടോട്ടൽ ഏകദേശം 45 മാർക്സോളം നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള 100 മാർക്കിലുള്ള മാർക്ക് നമുക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. ഇനി നമുക്ക് ഡിസംബറിലെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണുള്ളത് എന്ന് നോക്കാം. ഡിസംബർ 2023 ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ എ സെക്ഷനിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമോഷൻ, മൂഡ് ആൻഡ് എഫക്റ്റ്. ഡിസ്ക്രൈബ് ദ വേ ടു മാനേജ് ഇമോഷൻ എഫക്റ്റീവ്ലി. 20 മാർക്സിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇതിലുള്ള ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് വേ ഇൻ വിച്ച് ഇമോഷൻ ക്യാൻ ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി. ഈ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ നമുക്ക് 20 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലുള്ള ബി സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ 2 വേവ്സ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സെലിഗ്മാൻസ് ആൻഡ് വോങ്സ് വിഷൻ ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത് ഈ 2 വേവ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിലൂടെ ഒരു 10 മാർക്സ് കൂടി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി അടുത്തതായിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഫോർഗീവ്നെസ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ വെൽബീങ് എന്നുള്ളതാണ്. ഇത് ഡിസംബർ 2023 വന്നിട്ടുള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അസൈൻമെന്റിൽ എവിടെയാണുള്ളതെന്ന് നോക്കാം. അസൈൻമെൻറ്റിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻ ഫോർഗീവ്നെസ് ആൻഡ് ഹൈലൈറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ വൺസ് വെൽബീങ് എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിനും 10 മാർക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി സി സെക്ഷനിലോട്ട് വരുമ്പോൾ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി ഓഫ് പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിലും നമുക്കുള്ള ഇമോഷൻ മാനേജ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലാണ് ഈ ഒരു ക്വസ്റ്റ്യനും വരുന്നത്. ഈ ഒരു ഭാഗം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടും അതായത് എ പാർട്ടും ബി പാർട്ടും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി പറയുകയാണ്, ഇത് ഒരിക്കലും കംപ്ലീറ്റ് ഒരു ഗൈഡ് ആയിരിക്കില്ല. 100% ട്രൂ എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ജൂണിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതൊരു ഏകദേശം ഒരു കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ ജൂണിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അതായത് നമുക്ക് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ആ വർഷത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടും ബി പാർട്ടുമായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജൂണിൽ എക്സാമിൽ എഴുതാൻ പോകുന്നവർക്ക് 2023-24 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യന് ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് ഇതാണ് 2023-24 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ അസൈൻമെൻറ്റിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫിനെ കുറിച്ചുള്ളതാണ്. സെൽഫ് എസ്റ്റീമും സെൽഫ് എഫിക്കസിയും ഒക്കെയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 8 ആണ്. സെൽഫ് ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റിലാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഫ്ലോയും അതുപോലെ തന്നെ കമ്പോണൻ്റ് ഓഫ് ഫ്ലോ എക്സ്പീരിയൻസുമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 11 വരുന്ന ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന ചാപ്റ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററും നമുക്ക് ഈ ഒരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ടൈപ്പ് ഓഫ് ഏജിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ഏജിങ്ങിനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 13 ആണ്. ആ ഒരു യൂണിറ്റിലാണ് ഏജിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോപ്പിക് സെലക്ഷൻ ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വൈൽ ഡൂയിങ് റിസർച്ച് എന്നുള്ളതാണ്. റിസർച്ച് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് 2 വർഷവും ഉണ്ടായിട്ടില്ല എങ്കിലും ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. നമ്മുടെ യൂണിറ്റ് 2 ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് യൂണിറ്റ് 10 ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്രോച്ച് ടു ഒപ്റ്റിമിസം എന്നുള്ളത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് സ്കൂളിംഗ് ആൻഡ് കമ്പോണൻ്റ് ഓഫ് തിയറിറ്റിക്കൽ മോഡൽ ഓഫ് പോസിറ്റീവ് സ്കൂളിംഗ് എന്നുള്ളത്. ഇത് യൂണിറ്റ് 12 വരുന്നത്. പോസിറ്റീവ് സ്കൂളിംഗ് ആൻഡ് പോസിറ്റീവ് പാരൻറ്റിംഗ് എന്ന ചാപ്റ്റർ ആണത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ തവണ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് വരാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാം. എങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇതും യൂണിറ്റ് 13 വരുന്നത്. നമ്മൾ ഏജിങ്ങിലുള്ള കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ക്വസ്റ്റ്യൻസ് ആൻഡ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക്